ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ പ്രേം കെ സിവ ഓർ കുച്ച് നെഹി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. मैंने 20 रुपये निकाल कर उसकी ओर बढ़ा दिए, यह लेखिका का कौन सा मनोभाव प्रकट होता है? ഞാൻ 20 രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ഇവിടെ ലേഖികയുടെ എന്ത് തരം മനോഭാവമാണ് പ്രകടമാകുന്നത്? ആൻസർ നോക്കിക്കോളൂ. दूसरों की परेशानी समझकर उन्हें मदद करने का മനോഭാവ്. മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള മനോഭാവം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെഹി വഹ് 20 റുപേ നെഹി ഥേ. ഇല്ല, അത് വെറുമൊരു 20 രൂപ മാത്രമായിരുന്നില്ല. ഇസസെ ആപ്നെ ക്യാ സമസ്യ? ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ആൻസർ 20 रुपये ना होने की वजह से आदमी को अस्पताल की कतार में परेशान होना पड़ा. 20 രൂപ ഇല്ലാത്തത് കൊണ്ട് ആ മനുഷ്യന് ആശുപത്രിയിലെ ക്യൂവിൽ നിന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. उस समय लेखिका ने उसकी ओर 20 रुपये निकाल कर बढ़ा दिए. ആ സമയത്ത് ലേഖിക 20 രൂപ എടുത്ത് അയാൾക്ക് കൊടുക്കുന്നു. लेकिन आदमी के लिए वह 20 रुपये सिर्फ 20 रुपये नहीं बल्कि एक അമൂല്യ രാഹത്ത് थी. പക്ഷേ അയാൾക്ക് ആ 20 രൂപ എന്ന് പറയുന്നത് വെറും ഒരു 20 രൂപ മാത്രമായിരുന്നില്ല, മറിച്ച് അതൊരു വിലമതിക്കാനാവാത്ത രാഹത്ത് തി. രാഹത്ത് എന്ന് പറയുന്നത് ആശ്വാസമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ആസ്പത്താൽ കെ ഫീദർ ഓർ ബാഹർ അപ്പനി അപ്പനി അലഗ് ദുനിയ ഹെ. ആശുപത്രിയുടെ അകവും പുറവും വേറെ വേറെ ലോകങ്ങളാണ്. ഐസ ക്യോം കഹാ ഗയാ ഹെ. ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ആൻസർ ആസ്പത്താൽ മേ ആനെ ജാനെ വാലെ അധികാംശ ലോഗ് കിസി ന കിസി രോഗ് സെ പീഡിത് ഹോകെ. ആശുപത്രിയിൽ വരുന്ന ഒട്ടുമിക്ക പേരും ഏതെങ്കിലും രോഗങ്ങൾ ബാധിച്ചവരായിരിക്കും. ഉൻകെ സാത്ത് ആനെ വാലെ ഫി അപ്പനെ സഖേ സംബന്ധിയോ കെ ഖ്യാൽ രഖ്നെ മേ വ്യസ്ത് രഹേഗെ. അവരുടെ കൂടെ വരുന്ന ആൾക്കാരും ഈ രോഗികളെ പരിചരിക്കുന്നതിൽ തിരക്കായിരിക്കും. ലേക്കിൻ ആസ്പത്താൽ കെ ബാഹർ കെ ദുനിയ ഇൻ പരേഷാനിയോം സെ ദൂർ ഹെ. പക്ഷേ ആശുപത്രിയിൽ പുറത്തുള്ള ലോകം ഈ ഒരു തിരക്കിൽ നിന്നെല്ലാം ദൂരെയായിരിക്കും. ഇതുകൊണ്ടാണ് ആശുപത്രിയുടെ അകവും പുറവും വേറെ വേറെ ലോകങ്ങളാണെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇസ് ധർത്തി കോ പ്രേം കെ സിവ ഓർ കുച്ച് നെഹി ബച്ചാ സക്ത. ഈ ഭൂമിയെ സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും രക്ഷിക്കാൻ കഴിയില്ല. ഇസ് പർ അപ്പന മത് പ്രകടിക്കരെ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. ആൻസർ പ്രേം സെ ഇൻസാനിയത്ത്, ആപ്പസി വിശ്വാസ്, സഹജീവോं के प्रति समानुभूति और दूसरों को विषम परिस्थितियों से बचाने का भाव आदि बढ़ जाते हैं. പ്രേം സെ സ്നേഹത്തിൽ നിന്ന്, ഇൻസാനിയത്ത് എന്ന് പറയുന്നത് മനുഷ്യത്വം, ആപ്പസി വിശ്വാസം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസം, സഹജീവോ കെ പ്രതി സമാനുഭൂതി, സഹജീവികളോടുള്ള സഹാനുഭൂതി, ഓർ ദൂസരോ കോ വിഷമ പരിസ്ഥിതിയോം സെ ബച്ചാനെ കാ ഭാവ്. മറ്റുള്ളവരെ അവരുടെ ഒരു വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അവരെ രക്ഷിക്കാനുള്ളൊരു മനസ്സ്. ആദി ബഡ് ജാത്തെ ഹെ. ഇവയെല്ലാം വളരും. സ്നേഹത്തിൽ നിന്നാണ് ഇവയെല്ലാം വളരുന്നത്. അഗർ പ്രേം നെഹി ഹേ തോ യേ അച്ചായിയാം നഷ്ടു ഹോ ജായേഗി. മറിച്ച് ഈ സ്നേഹം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ നല്ല ഗുണങ്ങളെല്ലാം നഷ്ടമായി പോകും. इसलिए इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും രക്ഷിക്കാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. സഹി മിലാൻ കരെ. കറക്റ്റായിട്ട് യോജിപ്പിക്കുക. താഴെ 2 ബോക്സിൽ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനെ കറക്റ്റായിട്ട് യോജിപ്പിച്ച് എഴുതുക. ആദ്യത്തെ നോക്കിക്കോളൂ. കതാർ മേ ഖടേ വ്യക്തിക്കോ. ക്യൂവിൽ നിന്ന വ്യക്തിക്ക്. ഇതിന് യോജിച്ചത് ഏതാ? രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 20 റുപയെ ചാഹിയത്തെ. 20 രൂപ ആവശ്യമായിരുന്നു. ക്യൂവിൽ നിന്ന വ്യക്തിക്ക് 20 രൂപ ആവശ്യമായിരുന്നില്ലേ? അടുത്തത് ഫോട്ടോ കോപ്പി ലേനേക്ക പൈസ. ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ. അതിന് യോജിച്ചത് ഏതായിരിക്കും?
ബഹൻ കെ പാസ് നഹീ ത, സഹോദരിയുടെ കയ്യിൽ ഇല്ലായിരുന്നു. അടുത്തത് ചായ് കെ ദുഖാൻ വാലേനെ, ചായക്കടക്കാരൻ. ഏതായിരിക്കും അത്? മുജ്സെ പൈസ നാ മാംഗാത്ത, എൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയില്ല. അടുത്തത് ആസ്പത്താൽ കെ ഫീദർ ഓർ ബാഹർ കി, ആശുപത്രിയുടെ അകവും പുറവും. ദുനിയ അലഗ് തി, വേറെ ലോകമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഡയറി കെ ആധാർ പർ പൂർത്തി കരെ ഓർ വാക്യ ലിഖെ, ഡയറിയുടെ അടിസ്ഥാനത്തിൽ ഈ പദസൂര്യൻ പൂർത്തിയാക്കിയതിന് ശേഷം വാക്യങ്ങൾ എഴുതുക. ഇതിൽ 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അവിശ്വാസ്, ഇൻസാനിയത്ത്. അടുത്തത് ഹിംസ, ലാലച്ച്, ആത്മീയത, സഹാനുഭൂതി. ഇനി ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് വാക്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. പ്രേം സേ ഇൻസാനിയത് അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹത്തിൽ നിന്നാണ് മനുഷ്യത്വം മുള പൊട്ടുന്നത്. ഇവിടെ അങ്കുരിത് ഹോത്തി ഹെ എന്ന് പറയുന്നത് മുള പൊട്ടുക എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് നോക്കിയേ, പ്രേം സേ അവിശ്വാസ് ഖതം ഹോത്താ ഹെ, സ്നേഹത്തിൽ നിന്നും അവിശ്വാസം ഇല്ലാതാകുന്നു. അവിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമില്ലായ്മ. വിശ്വാസമില്ലായ്മ അവസാനിക്കുന്നു. ഖതം ഹോത്താ ഹെ. അടുത്ത സെൻറ്റൻസ് എങ്ങനെ കൊടുക്കാം? പ്രേം സേ ഹിംസ ഖതം ഹോത്താ ഹെ, സ്നേഹത്തിൽ നിന്നും അക്രമം ഇല്ലാതാകുന്നു അല്ലെങ്കിൽ അവസാനിക്കുന്നു. അടുത്തത് പ്രേം സേ ലാലച്ച് ഖതം ഹോത്താ ഹെ, സ്നേഹത്തിൽ നിന്നും ലാലച്ച്, ലാലച്ച് എന്ന് പറയുന്നത് എന്താണ്? അത്യാഗ്രഹം. സ്നേഹത്തിൽ നിന്നും അത്യാഗ്രഹം ഇല്ലാതാകുന്നു. അടുത്തത് പ്രേം സേ ആത്മീയത അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹത്തിൽ നിന്നും ആത്മീയത, ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു അടുപ്പം മുള പൊട്ടുന്നു. അടുത്തത് പ്രേം സേ സഹാനുഭൂതി അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹത്തിൽ നിന്നാണ് സഹതാപം മുള പൊട്ടുന്നത്. ഇവിടെ മുള പൊട്ടുക അല്ലെങ്കിൽ അങ്കുരിത് ഹോത്താ ഹെ എന്ന് പറയുന്നത് ഉണ്ടാകുക, സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതും, ഖതം ഹോത്താ ഹെ എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് അവസാനിക്കുന്നതുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ डायरी में इंसानियत का प्रभाव स्पष्ट करने वाले പ്രസംഗ് കോൺ കോൺ സേ ഹെ, ഡയറിയിൽ മനുഷ്യത്വത്തിൻ്റെ സ്വാധീനം വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ढूंढ कर लिखे, കണ്ടുപിടിച്ച് എഴുതുക. ആൻസർ अस्पताल में कतार में खड़े व्यक्ति को 20 रुपये देने वाले പ്രസംഗ്, ആശുപത്രിയിൽ ക്യൂവിൽ നിൽക്കുന്ന വ്യക്തിക്ക് 20 രൂപ കൊടുക്കുന്ന സന്ദർഭം. फोटोकॉपी लेने के लिए एक लड़के लेखिका के बहन को पैसे देने वाले പ്രസംഗ്, ഫോട്ടോകോപ്പി എടുക്കുന്നതിനായിട്ട് ഒരു കുട്ടി ലേഖികയുടെ സഹോദരിക്ക് പൈസ കൊടുക്കുന്ന സന്ദർഭം. एक भी पैसा दिए बिना एक बड़ा कप चाय दुकानदार द्वारा लेखिका को दिए गए പ്രസംഗ്, ഒരു പൈസ പോലും വാങ്ങാതെ ഒരു വലിയ കപ്പ് ചായ കടക്കാരൻ ലേഖികയ്ക്ക് കൊടുത്തു, ആ ഒരു സന്ദർഭം. അടുത്ത ക്വസ്റ്റ്യൻ ഹമേ ദൂസരോം സേ സ്നേഹിൽ വ്യവഹാർ കർണാ ഹെ, നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഇസ് വിഷയ പർ ഏക് ലഘുലേഖ ലിഖേ, ഈ വിഷയത്തിൽ ഒരു ചെറു ലേഖനം എഴുതുക. ആൻസർ സ്നേഹിൽ വ്യവഹാർ. ഹമേ ദൂസരോം സേ സ്നേഹിൽ വ്യവഹാർ കർണാ ചാഹിയെ, നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം. ക്യോങ്കി ഇസ്സെ പ്രേം ഓർ ഭായിചാര ബഡ്താ ഹെ, എന്തെന്നാൽ ഇതിലൂടെ സ്നേഹവും സാഹോദര്യവും വളരുന്നു. സ്നേഹിൽ വ്യവഹാർ സേ റിഷ്തേ അച്ഛേ ബൻതേ ഹെ, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ബന്ധങ്ങളെ നല്ലതാക്കുന്നു. ഓർ സമാജമേ ശാന്തി രഹത്തി ഹെ, അതുപോലെ തന്നെ സമൂഹത്തിൽ സമാധാനവും ഉണ്ടാകുന്നു. ജബ് ഹം സബ്കെ സാത്ത് പ്യാർ ഓർ സമ്മാൻ സേ ബാത് കർത്തേ ഹെ തോ സഭി ഖുഷ് രഹത്തെ ഹെ, നമ്മളെല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഇസ്ലിയെ ഹമേ ഹമേഷ ദൂസരോം കെ പ്രതി അച്ഛാ ഓർ സ്നേഹിൽ വ്യവഹാർ കർണാ ചാഹിയെ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് എപ്പോഴും നല്ലതും സ്നേഹപൂർവ്വവുമായിട്ട് പെരുമാറുക. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വാക്യോം പർ ധ്യാൻ ദേ, ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ചർച്ചാ കരെ ഓർ ഏകാങ്കിത ശബ്ദയ്ക്ക് വിശേഷത പഹച്ചാനെ, ചർച്ച ചെയ്ത് അടിവരയിട്ട ശബ്ദങ്ങളുടെ പ്രത്യേകത കണ്ടുപിടിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ആദ്മി ഫോൺ ലഗാനെ ലഗ, അയാൾ ഫോൺ ചെയ്യാൻ തുടങ്ങി.
ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഗി. സഹോദരി റിപ്പോർട്ട് വാങ്ങാൻ പോകാൻ തുടങ്ങി. ലോഗ് ചില്ലാനേ ലഗെ. ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ലഡ്കിയാം ഖേൽനേ ലഗി. പെൺകുട്ടികൾ കളിക്കാൻ തുടങ്ങി. ഈ സെൻറ്റൻസുകളെല്ലാം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഈ സെൻറ്റൻസുകളിലെല്ലാം എന്താണ്? ലഗ് എന്ന പ്രയോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലഗ് ഒരു വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ക്രിയാധാതുവിൻ്റെ കൂടെ എപ്പോഴും നേ എന്ന പ്രത്യയം മാത്രമേ ചേർക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ലഗാനെ, ജാനെ, ചില്ലാനെ, ഖേൽനെ എന്നൊക്കെ വന്നിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. ആദ്മി ഫോൺ ലഗാനെ ലഗ. ഇവിടെ ആത്മീ എന്നത് പുല്ലിംഗമാണ്. അതുപോലെ തന്നെ അതൊരു ഏകവചനമാണ്. അതുകൊണ്ടാണ് അവസാനം ലഗ എന്ന് വന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയേ. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഗി. ഇവിടെ ബഹൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അതുപോലെ ഏകവചനവുമാണ്, ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ അവസാനം ലഘി എന്ന് വന്നത്. ലോഗ് ചില്ലാനെ ലഗെ. ഇവിടെ ലോഗ് പുല്ലിംഗമാണ്, പക്ഷേ ബഹുവചനമാണ്. അതുകൊണ്ടാണ് അവിടെ ലഘേ എന്ന് വന്നത്. ലഡ്കിയാം ഖേൽനെ ലഗി. ലഡ്കിയാം എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, പക്ഷേ ബഹുവചനമാണ്. അതുകൊണ്ടാണ് അവസാനം ലഘീം എന്ന് വന്നത്. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്